ഹായ് ഫ്രണ്ട്സ്, സോക്ക് ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകമെമ്പാടും വളരെ പെട്ടെന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് കൊറോണ വൈറസ്. നമ്മുടെ നാട്ടിൽ തന്നെ ചില ആളുകളൊക്കെ ഇപ്പോൾ ഹോസ്പിറ്റലുകളുടെ ഐസൊലേഷൻ വാർഡുകളിൽ നിരീക്ഷണത്തിലാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ സ്കൂളുകളും കോളേജുകൾക്കും ഇപ്പോൾ അവധി കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ജനങ്ങൾ കൂടി നിൽക്കുന്ന എല്ലാ സ്ഥലത്തും ജനങ്ങൾ മാസ്ക് ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിലെ പോകുന്ന ബസ്സുകളിലും യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലും എല്ലാം ജനങ്ങൾ മാസ്ക് ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ കൊറോണ വൈറസിൻ്റെ ഭീതി എത്രത്തോളം ജനങ്ങളിലുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ കടയിൽ ചെല്ലുമ്പോഴൊക്കെ, മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ മാസ്ക് നമുക്ക് ലഭ്യമല്ല. വളരെ പെട്ടെന്ന് മാസ്ക് ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ 3-4 രൂപ കൊടുത്ത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിരുന്ന മാസ്കിന് ഇപ്പോൾ 20-25 രൂപ കൊടുത്താലേ നമുക്ക് അങ്ങനത്തെ ഒരു മാസ്ക് കിട്ടുന്നുള്ളൂ. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിലും വളരെ പെട്ടെന്നും എങ്ങനെ ഒരു മാസ്ക് നമുക്ക് തന്നെ നിർമ്മിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് വേണ്ടത്, നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് നിരോധിച്ച് കാരണം കടയിൽ നിന്ന് കിട്ടുന്ന ക്യാരി ബാഗ്. ഇത് ക്യാരി ബാഗ് കട്ട് ചെയ്ത് ഞാൻ നിങ്ങളുടെ സ്ക്വയർ രൂപത്തിലാക്കിയതാണ്. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് ഇതാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ടിഷ്യൂ പേപ്പറും ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനത്തെ ടിഷ്യൂ പേപ്പറും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു കട്ട് ചെയ്യാനൊരു കത്രി, പിന്നെ അതുപോലെ തന്നെ ഒരു സ്കെയില്, ഒരു സ്റ്റാപ്ലർ, പിന്നെ അതുപോലെ തന്നെ ചെറിയ ഒരു അലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ഇത് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ ചെറിയ 2 കഷ്ണങ്ങൾ, പിന്നെ ഒരു പേന. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനാവശ്യം. അപ്പോൾ നമുക്ക് ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്യാരി ബാഗിൻ്റെ കഷ്ണമാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് നമ്മളൊരു ഭാഗം കട്ട് ചെയ്യുക. പിന്നെ ഇത് ഒരു കറക്റ്റ് സൈസിലാക്കണം. 8.5 ഇഞ്ച് ഒരു ഭാഗത്ത് നീളവും, പിന്നെ ഒരു ഭാഗത്ത് ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ കറക്റ്റ് അളവിലാണ് ഇതാക്കേണ്ടത്. എന്നിട്ടത് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ 8.5 ഇഞ്ചും 7.5 ഇഞ്ചും. ഇനി നമുക്ക് ഇത് 4 സൈഡും ഒന്ന് മടക്കി കൊടുക്കുക. ഇത് ഒന്നുകിൽ ഒട്ടിച്ച് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്റ്റാപ്പിൽ അടിച്ചു കൊടുക്കേണ്ടി വരും. പശയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ് സ്റ്റാപ്ൽ.
ഇനി ഇതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ സെൻറ്ററായിട്ട് മടക്കുക. സെൻറ്റർ മടക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് 5 സെൻറ്റിമീറ്റർ നമുക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നിന്നും 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക. ഇനി ഒന്നിങ്ങനെ ഇതാക്കി കൊടുത്തിട്ട് ഈ ഭാഗം നമുക്ക് ആദ്യം സ്റ്റാപ്പിൾ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം സ്റ്റാപ്പിൾ ചെയ്തെടുക്കുക. ഇപ്പം ഇങ്ങനെ ആയി. ഇതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കും. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ 5 സെൻറ്റിമീറ്ററാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ ഇനി ഈ 2 സൈഡിൽ നിന്നും 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഈ കറക്റ്റ് സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കറക്റ്റ് അളവിലൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് മടക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ വെച്ചിട്ടൊന്ന് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെയും അതുപോലെ ഒന്ന് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 2 മടക്കായിട്ട് വരും. ഇനി നമ്മൾ വീണ്ടും ഈ ഒരു ഭാഗം 4 സെൻറ്റിമീറ്ററിൽ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെയും ഒരു 4 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യാം. നേരത്തെ ചെയ്ത അതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. ഇവിടെയും സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെയായി. ഇതിനൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നന്നായിട്ടൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇനി ഇപ്പോൾ ഈ ഭാഗം ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മളിതിൻ്റെ ഉൾവശത്താണ് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അതിനോട് സ്റ്റാപ്പിൾ അടിച്ചു കൊടുക്കും. ഇനി അതന്നെ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇവിടെയും സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു വശത്തായി. ഇനി ഈ വശത്തും ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെയും ഒന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളെ മാസ്ക് റെഡിയായി. ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് പശ വെച്ചോ എന്ത് വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുത്താലേ ഇത് കറക്റ്റ് നിൽക്കുള്ളൂ. ഇതിപ്പോൾ പുതിയ ഒരു ഇതാകുന്നതുകൊണ്ട് ഒന്ന് മടങ്ങി നിൽക്കണമെന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ മാസ്ക് ഒന്ന് ധരിച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള വീഡിയോ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്കൊരു മാസ്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അങ്ങാടിയിൽ നിന്ന് കടകളിൽ നിന്ന് മാസ്ക് ലഭ്യമല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും മാസ്ക് ധരിക്കാതെ ഇരിക്കേണ്ട. നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. പിന്നെ ഇത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ധരിച്ചപ്പോൾ ശ്വാസതടസ്സമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇപ്പോൾ എനിക്ക് നേരിടുന്നില്ല. വളരെ നമ്മളൊരു സാധാരണ മാസ്ക് ഉപയോഗിക്കുന്ന അതേ ഫീൽ തന്നെയാണ് ഇപ്പോൾ നമുക്കുള്ളത്.
അപ്പോൾ ഏതായാലും ഈ കൊറോണ വൈറസിനെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇങ്ങനത്തെ മാസ്ക് ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ കൈ കഴുകുക, സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക. പിന്നെ അതുപോലെ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുക. ആവശ്യമില്ലാതെ ഇപ്പോൾ പ്രത്യേകിച്ച് ടൂറ് കാര്യങ്ങളൊന്നും പോകാതിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൊരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.